ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്രീമാൻ ഹരിദാസന്റെ ധന്വന്തിരി ഗോഡ് ഫാമിലാണ് നാം ഇന്ന്. പാലക്കാട് ജില്ലയിലെ ചൂരക്കോട് സ്ഥിതി ചെയ്യുന്ന ഈ ഗോഡ് ഫാമിൽ ഏതാണ്ട് 100-ലധികം ആടുകളുണ്ട്. ഹരിദാസും ഭാര്യയും 2 കുട്ടികളും മാത്രമായിട്ടാണ് ഈ ഗോഡ് ഫാം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ എല്ലാ ജോലികളും അവർ തന്നെയാണ് ചെയ്യുന്നത്. നല്ല നിലയിൽ നടന്നു പോകുന്ന ഈ ഗോഡ് ഫാം അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടി നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ഇവരെയൊക്കെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? ഇപ്പൊ ഹരിദാസിലെ എല്ലാവർക്കും അറിയാം, ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇത് മോള് 8ാം ക്ലാസ്സുകാരിയാണ്, ധന്യദാസ് എന്നാണ് പേര്. ഇവിടെ ആട് കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ഇദ്ദേഹമാണ്. ഭാര്യയാണ് ഫുൾ ടൈം ഇവിടെ ഫാമിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എല്ലാത്തിനും കൂടെ നമ്മളെ കൂടെ തന്നെ. മോൻ 10ാം ക്ലാസ്സിലാണ്, ധന്വന്തിരിദാസ് ആണ് പേര്. അത് കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ധന്വന്തിരിദാസ് എന്നാണ് പേര്. അവരെ കൊണ്ട് പറ്റുന്ന പോലെ കുട്ടികൾ സ്കൂൾ പോകാറാകുമ്പോഴത്തേനും കുറെ പണികളൊക്കെ തീർത്ത് തന്നിട്ട് പോകും. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്സാഹമുണ്ട്. ഇവരല്ലാണ്ട് വേറെ ആരെങ്കിലും പുറത്തെ പണിക്ക് ഒരു സഹായിയുണ്ട്. കാരണം തീറ്റ വെട്ടിയിട്ട് വരാനും കാര്യങ്ങൾക്കൊക്കെ വണ്ടിയായിട്ട് പോയി വെട്ടിയിട്ട് വരും. അതിന് മാത്രമേ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും. അതിന് പുറമെ ഒന്നും ആരെയും എടുത്തിട്ടില്ല. ഈ ഗോഡ് ഫാമിൽ ഇപ്പൊ എല്ലാം കൂടി എത്ര ആടുണ്ട്? എൻ്റെ ഇതില് ഒരു 70-75 വലിയ ആടുകളുണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങൾ ഒരു 100-100 പുറത്ത് എല്ലാം കൂടി വലിയ ആടുകളും പിന്നെ കുഞ്ഞുങ്ങൾ 100 ആടുകൾക്ക് മുകളിൽ. എത്ര വർഷമായി ഇതിപ്പോ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഇതൊരു ഫാമിന്റെ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 വർഷം ആവുന്നേ ഉള്ളൂ. മറ്റേ നമ്മൾ ചെറുപ്പം മുതലൊക്കെ ആട് വളർത്തി ഒരു 10-40 ആടുകൾ ഇന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. പ്രസവിച്ച ആടുകളാണോ ഇതില്? ഇതൊക്കെ പിന്നെ പ്രസവിക്കാറായി ചെനയായി നിൽക്കുന്ന ആടുകൾ. ആടുകളെ ഈ കൂട്ടിൽ നിർത്തുള്ളൂ, വെളിയിലോ അഴിച്ചു വിടും? വെളിയിൽ നമുക്ക് വസ്തു ഇതില് കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു 1/2 ഏക്കറോളം സ്ഥലമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു കൂടാണ് ഒരു 2 മണിക്കൂർ നേരം തുറന്നു വിടും. 10-20 ആടുകളുണ്ടാവും. അപ്പൊ ആ ഒരു കൂട് തുറന്നു വിട്ട് അവരൊന്ന് കറങ്ങിത്തിരിഞ്ഞ് തീറ്റ കാര്യമായിട്ടൊന്നും പറമ്പിലില്ല. അവർക്കൊന്ന് ഓടിച്ചാടി നടക്കാനൊരു ഇതിനും വേണ്ടി ഒന്ന് വിടും. അത് കഴിഞ്ഞാൽ കൂട്ടി കയറും, അവരൊന്ന് കൂട്ടി കയറിക്കോളും. അടുത്ത കൂടെ അപ്പൊ തുറന്നു വിടും. നമ്മളിതില് 7 കൂടോളം ചെറിയ കുട്ടികളുടെ കൂടെ അടക്കം. അതില് നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടില് പ്രസവിക്കാറായ നമ്മളെന്ന് വെച്ചാൽ ഒരു മതി ലക്ഷണം കാണിക്കാവുന്ന ആടുകളെ നമ്മളൊരു കൂട്ടിലേക്ക് മാറ്റി നിർത്തും. അത് മുട്ടന്മാരുടെ കൂടിനോട് ചേർത്തി നമ്മളവരെ നിർത്തും. അത് കഴിഞ്ഞ് പ്രസവക്കൂട് അതിന്റെ തൊട്ട് തന്നെ പ്രസവിക്കാറായ ആടുകളെ അതിലേക്ക് മാറ്റി പ്രസവം കഴിഞ്ഞ് 2 മാസം അതിൽ നിർത്തി കുഞ്ഞുങ്ങളെ ഓടിച്ചാടി നിർത്തും. ഒരു 1.5 മാസത്തോളം. അത് കഴിഞ്ഞ് അവരെ കുട്ടികളെ വേറെ കൂട്ടിലേക്ക് മാറ്റും, തള്ളെ വേറെ കൂട്ടിലേക്ക് മാറ്റും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിശേഷം മാറ്റുന്നത് 1 മാസത്തിന് ശേഷം. 1 മാസം കഴിഞ്ഞ് കുടിപ്പിക്കില്ല. 1 മാസം കഴിഞ്ഞ് കുടിക്കാനുള്ള സമയത്ത് അവരെ വിടും. മറ്റേ തള്ളയെ നിൽക്കാൻ സമ്മതിക്കില്ല അവര്. പിന്നെ ഇപ്പോഴും അവര് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് വിട്ട് കുടിപ്പിക്കുകയാണെങ്കിൽ അവര് വയറെന്നറിയും. സദാസമയം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആട്ടുകുഞ്ഞിന് വയറെന്നറിയില്ല, നന്നാവില്ല. അപ്പൊ ആ കുടിക്കേണ്ട സമയത്ത് 3-4 പ്രാവശ്യം. എത്ര മാസം വരെ കുടിപ്പിക്കും? അതൊരു 3 മാസം 3.5 മാസം വരെ. അപ്പോഴേക്കും നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കച്ചവടമാവും, വിറ്റ് പോകും. മിക്കവാറും 2.5 മാസമൊക്കെയാണ് അവർക്ക് കുടിക്കാൻ ഇവിടെ നിൽക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളൊരു മാസമാകുമ്പോഴത്തേനും ഒക്കെ ഓരോ ഇല കടിച്ച് നോക്കാൻ തുടങ്ങും. 1 മാസം ആകുമ്പോഴത്തേനും. പിന്നെ ധാരാളം പാലുള്ള ആടുകളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ വൈകും. കാരണം വയറ് നിറച്ചവർക്ക് പാല് കിട്ടുവാണെങ്കിൽ അവർ തീറ്റയിൽ കുറച്ച് കുറയും. അതെ അതെ. വെള്ളം കുടിക്കില്ല. അതുപോലെ തന്നെ തള്ളയോടൊപ്പം കുറേശ്ശെ കുടിച്ച് പഠിക്കും. ധാരാളം പാലുള്ളവരെ കുടിക്കാൻ ലേശം സമയം പിടിക്കും. കുടിക്കാൻ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തീറ്റ നമ്മൾ പിന്നെ കൂടുതലും പിന്നെ CO3 പുല്ലാണ് കൊടുക്കുന്നത്. ഇത് പ്ലാവിൻ്റെ ഇലയാണ്. ഇത് നമുക്ക് വളരെ പിന്നെ കുറച്ചേ കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഇത് ആടിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ആടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഇതാണ്.
പക്ഷെ ഇത് നമ്മൾ മരം മുറിക്കുന്നവരാരെങ്കിലുമൊക്കെ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയായിട്ട് പോയിട്ട് കയറ്റിയിട്ട് വരും. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു വണ്ടി കൊടുക്കുന്ന ഒരു ദിവസത്തേക്ക് ഉണ്ടാവും. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ പുല്ല് തന്നെ കൊടുക്കുന്നു. CO3 പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. 2 ഏക്കർ സ്ഥലം പുല്ല് വെച്ചിട്ടുണ്ട്. അത് വെട്ടി നമ്മൾ വണ്ടിയുണ്ട്, അതിന് ഒരു പണിക്കാരനുണ്ട്. അപ്പോൾ പുള്ളി പോയിട്ട് അത് വെട്ടി രാവിലെ ഒരു ഉച്ച 11 മണിയാകുമ്പോഴേക്കും ഒരു വണ്ടി കൊണ്ടുവരും. അല്ല, വലിയ പുല്ലായിട്ട് ഇല്ല, കഷ്ണമാക്കാറില്ല, വലിയ പുല്ലായിട്ട് ഇട്ട് കൊടുക്കും. അത് ഒരു ഭാഗത്ത് പിടിച്ച് കെട്ടിയിടും. അപ്പോൾ അവർക്ക് കടിച്ച് കുടഞ്ഞ് പിടിച്ച് ആടിന് കട കെട്ടി അങ്ങനെ ഇടും. അപ്പോൾ അവർക്ക് കടിച്ച് തിന്നാനൊരു അവർക്ക് തണ്ട് പരമാവധിയൊക്കെ അവർ കടിച്ചിരിക്കും. പിന്നെ മൂപ്പായത് നമ്മളൊരു 22 ദിവസം 25 ദിവസത്തിൻ്റെ ഉള്ളത് ആടിനുള്ളത് കിട്ടും. പശുവിന് കുറച്ചും കൂടെ മൂപ്പിച്ച് തണ്ട് കനം വന്നതിന് ശേഷം കിട്ടും. അപ്പൊ ഈ ഇലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അധികം CO3 പുല്ലാണ്. പ്ലാവല കിട്ടുകയാണെങ്കിൽ വേറെ ഇലകളൊന്നും നമുക്കിവിടെ കിട്ടാൻ സാധ്യതയില്ല. ഇത് തന്നെ കൊടുക്കും. പിന്നെ വേറെ തീറ്റ എന്താ കൊടുക്കുക? വേറെ നമ്മൾ പിന്നെ കാലിത്തീറ്റ ഒഴിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. കാലിത്തീറ്റ കുറച്ച് പെല്ലറ്റ്, ആടിന്റെ പെല്ലറ്റ് ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ബീർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട് കുറച്ച്. പിന്നെ ഗോതമ്പ് തവിട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് വെച്ച് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം കാലത്തും വൈകിട്ടും. അത് ഓരോന്നിനും പ്രത്യേകമാണോ കൊടുക്കുന്നത്? അത് നമ്മൾ പിന്നെ ഈ ചെനയുള്ള ആടുകൾക്ക് കാൽസ്യം ഒക്കെ ചേർത്ത് ഒരു അളവ് കൂടുതൽ കാൽസ്യം, മറ്റവർക്കൊരു നിശ്ചിത അളവിൽ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. കാൽസ്യം ഇടും. പിന്നെ ഈ അതെ, അതിൽ ചെന ഉള്ള ആടുകൾക്ക് നമ്മൾ പ്രത്യേകം ഒന്ന് കെയർ ചെയ്ത് കൊടുക്കും. പിന്നെ പ്രസവിച്ച ആടുകൾക്ക് അവർക്ക് വേറെ ലേശം പിന്നെ ഈ കടലപ്പിണ്ണാക്കൊക്കെ ഒരു 2 കഷ്ണം ഇട്ട് പ്രത്യേകമായിട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾ കുടിക്കാനുള്ള കാൽസ്യം അവർക്ക് ലേശം കൂടെ കൂട്ടി കൊടുക്കണം. അല്ലെങ്കിൽ കാൽസ്യം കുറവ് വന്നാൽ ബുദ്ധിമുട്ടായല്ലോ പറഞ്ഞിട്ട് അത് കൊടുക്കും. ഈ കൂട്ടിൽ 20 ആടുണ്ടെന്ന് വെച്ചോ, ഈ 20 കൂടി ഒന്നിച്ച് ഒരു പാത്രത്തിലാണോ കൊടുക്കുക? അല്ലല്ല, 4 പാത്രങ്ങളിലാക്കി വെച്ചു. പിന്നെ ജലദോഷവും അങ്ങനെ വല്ല അസുഖ ലക്ഷണമുള്ളവരെ നമ്മൾ ഇവിടുന്ന് മാറ്റി ഇടും. ഒരാട് ഈ ഒരു ലൈനിൽ നിൽക്കുന്ന ഒരെണ്ണത്തിന് ജലദോഷമോ ചുമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് അവർ കുടിക്കുകയാണെങ്കിൽ അടുത്തതിന് പെട്ടെന്ന് രോഗം പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രദ്ധിച്ച് നമ്മൾ മാറ്റും. ഇല്ല, അതല്ല, നമ്മൾ കുറേയൊക്കെ നമ്മളതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചെറിയൊരു കാര്യം അസാൾട്ടായിട്ട് വിട്ടാലേ നമ്മൾ പിന്നെ അതിന്റെ പുറകെ മരുന്നായിട്ടും ഡോക്ടറായിട്ട് ഓടണം. ദൂരേക്ക് മാറ്റി നിർത്തും. കുഞ്ഞാടുകൾക്ക് പ്രത്യേകിച്ച് വല്ലതും കൊടുക്കുമോ? കുഞ്ഞാടുകൾക്ക് ഈ ചേരുവയൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വെച്ചാൽ കറക്റ്റായിട്ടൊരു മാസത്തിൽ 28 ദിവസം 29 ദിവസം കൂടുമ്പോൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കും. അത് നമ്മൾ വലിയ ആടുകൾക്കും കൊടുക്കും. വലിയ ആടുകൾക്കൊന്നും നമ്മൾ ചവിട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കില്ല. പിന്നെ പ്രസവത്തിന്റെ ഇത് ചെനയുള്ളതിന് കൊടുക്കില്ല. ചെന പിടിച്ച് പ്രസവം അത് ആൽപ്പൻഡസോൾ എന്ന് പറഞ്ഞൊരു സിറപ്പുണ്ട്, അതാണ് കൊടുക്കുന്നത്. വലിയ ആടിലാണ് അത് തന്നെ കൊടുക്കും. ചെനയുള്ളതിന് നമ്മൾ ചവിട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ ഈ നമുക്ക് സുമാർ ലക്ഷണം കണ്ടറിയുന്ന ഈ വാവിൻ്റെ സമയങ്ങളിലൊക്കെയാണ് ഇവർ കറിയുക. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു പ്രസവിച്ചൊരു 1.5 മാസമായ ആടൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് വിരമരുന്ന് കൊടുത്ത് നിർത്തും. പിന്നെ നമ്മൾ ചവിട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസവം കഴിഞ്ഞ് കൊടുക്കുള്ളൂ. പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു 22-28 ദിവസത്തിൻ്റെ ആകുമ്പോഴേക്കും ചെറിയ ഡോസ് വിരമരുന്ന് കൊടുക്കും. പിന്നെ കറക്റ്റായിട്ട് മാസം 29 ദിവസം കൂടുമ്പോൾ വിരമരുന്ന് കൊടുക്കും. വെള്ളം നമ്മളിവിടെ കുഴച്ചായിരിക്കും. വെള്ളം അവർക്ക് തിളപ്പിച്ചാറിയതിന് ശേഷമുള്ള വെള്ളം കൊടുക്കുന്നത്. അതാരും ചെയ്യാത്തതാണ്. നമ്മളതൊരു എന്തോ ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ ശീലമായിപ്പോയി വെള്ളം തിളപ്പിച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു അടുപ്പും വലിയൊരു കലമൊക്കെ വാങ്ങി വെച്ച് വെള്ളം തിളപ്പിക്കുക. അതിനൊരു 2 സ്പൂൺ സോഡാപ്പൊടി ചേർക്കും. കാരണം ഇവർക്ക് ഈ ഭക്ഷണത്തിൽ ദഹനക്കുറവില്ല, വല്ല പ്രശ്നം വരാതിരിക്കാൻ 2 സ്പൂൺ സോഡാപ്പൊടി, ശകലം ഉപ്പ്, അതെല്ലാം കൂടെ ചേർത്തിയൊരു വെള്ളം അത് ഒഴിച്ചു കൊടുക്കും. അവർക്ക് ദാഹത്തിന് കൊടുക്കും. ഇല്ല, അതിൽ ഈ ബീർ വേസ്റ്റിൽ പിന്നെ ഉപ്പ് ചേർത്തിയാണ് വരുന്നത്. ചേർത്തിയാണ്. പിന്നെ പെല്ലറ്റിൽ ഉപ്പുണ്ട്. അതിൽ നമ്മൾ ഉപ്പ് വേറെ ചേർക്കാൻ. നമ്മൾ ഈ വെള്ളത്തിൽ ശകലം ഉപ്പ് ഇടും കുടിക്കാൻ വേണ്ടി. അതിലേശം ഉപ്പിട്ട് കൊടുക്കും. കല്ലുപ്പ് വാങ്ങിച്ച് ഇട്ട് കൊടുക്കും. 2 പ്രാവശ്യം. വേനലാകുമ്പോൾ 3 പ്രാവശ്യം കൊടുക്കും. അത് നല്ല വേനൽ ചൂടുകാലാകുമ്പോൾ 3 പ്രാവശ്യം കൊടുക്കും. പാത്രത്തിൽ വെച്ച്. ഇല്ല. അതായത് സമയത്ത് മാത്രം. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോൾ തീറ്റിട്ട് കൊടുക്കും. തീറ്റിട്ട് കൊടുത്ത് കറവുള്ള ആടുകളൊക്കെ കറന്നെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9 മണി 10 മണിയാകുമ്പോൾ കൈകൊണ്ട് കറക്കും. കുഞ്ഞൊക്കെ തന്നെ പോയി കുടിച്ചോളും. അവരെ തള്ളി
ഈ ചുരത്താൻ വേണ്ടി കുടിപ്പിക്കുന്ന ഇല്ല അതൊന്നും വേണ്ട. അതൊന്നും ആടിന് അങ്ങനെയൊന്നും ഇല്ല. കറന്ന് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞ് നമ്മൾ കുറച്ച് മരുന്ന് ആവശ്യക്കാരെന്ന് പറഞ്ഞിട്ട് പാല് ഇങ്ങനെ വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഈ വലിയ കുട്ടികൾക്ക് നിപ്പിളിലാക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുടിപ്പിക്കും. കറവ് നിർത്തി തള്ളയൊക്കെ പിന്നെ മാറി നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ. വേറെ ചിലവില്ല ആട്ടുംപാലിന്. നമ്മുടെ ഇവിടെ വിറ്റ് പോകുന്നുണ്ട് സാധനം. ഇവിടെ ഒരു ഇടയ്ക്കെന്ന് പറഞ്ഞാൽ 40 ലിറ്ററോളം പാലുണ്ടായിരുന്നു ആട്ടുംപാല്. അത് നല്ല പിന്നെ പാലുള്ള സൈസ് ഇവനാപ്പരി ആടുകളുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഓർഡർ വന്നപ്പോൾ ഞാനത് കൊടുത്തു. കാരണം പാൽ ആർക്കും വേണ്ട. ഈ ആട്ടുംപാൽ ഇവിടെ ആവശ്യമില്ല. പിന്നെ വരുന്നവരെന്ന് പറഞ്ഞാൽ ഒരു 7 ദിവസം 14 ദിവസം ഒരു മരുന്ന് കഴിക്കേണ്ട ആ ഒരു കോഴ്സ് ഒരു 14 ദിവസം വേണം, ഒരു 28 ദിവസം വേണം. അത് ആദ്യം വരുമ്പോൾ 1 ലിറ്റർ വേണമെന്ന് പറയും. പിറ്റത്തെ ആഴ്ച പറയും അത് 1/2 മതി, ധാരാളമാണ്, അങ്ങനെ കൊഴുപ്പുള്ള പാലല്ലേ, 1/2 മതി. പിറ്റത്തെ പ്രാവശ്യം വരുമ്പോൾ അത് 1/4 ലിറ്റർ മതി. പാലിന് വലിയ ചിലവില്ല. ആടുകളെ നമ്മൾ വേനലായി കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കുളിപ്പിക്കും. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡെറ്റോളൊക്കെ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് അവിട് കഴുകി വൃത്തിയാക്കും. പിന്നെ അതിൻ്റെ പുറകുവശമൊക്കെ നല്ല വൃത്തിയാക്കി ടവലിനെ തുടച്ചാട് നിർത്തിയാൽ പിന്നെ അങ്ങനെ അഴുക്ക് പോകുന്നുണ്ടെങ്കിൽ ആടിനെ കഴുകണം. പോവാത്ത ആടാണെങ്കിൽ കഴുകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കഴുകേണ്ട കാര്യം. പിന്നെ നമ്മൾ അരിപ്പയ്ക്ക് അരിച്ച് എന്നിട്ടൊക്കെയാണ് ഉപയോഗിക്കുള്ളൂ പാൽ. പിന്നെ ഈ ഇങ്ങനെയുള്ള വിടവ് ഇത് കണക്കാക്കിയിട്ട് കാരണം കാഷ്ടമൊന്നും അങ്ങനെ തങ്ങി നിൽക്കാത്തതുകൊണ്ട് ആടിൻ്റെ മേത്ത് അങ്ങനെ വല്ലാതെ അഴുക്കൊന്നും ആകില്ല. കാല് പിന്നെ അങ്ങനെ ഇടയ്ക്ക് പോവാറൊക്കെ ഉണ്ട് ചിലതിൻ്റെ. കാരണം ഇവർ കിടന്ന് കുസ്തി പിടിക്കുന്ന സമയത്തൊക്കെ ഈ പ്രശ്നമാകുമ്പോൾ കുറച്ച് പറ്റും. ശ്രദ്ധ എപ്പോഴും വേണം. കൂടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ കരയുക. അപ്പോൾ അവിടുന്ന് ഓടി വന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം. ചെറിയ ജീവികളാണെങ്കിലും കുറുമ്പ് ജാസ്തിയാണ്. ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളെ ചെവി കടിച്ചിട്ടും അതിന് തൂണ്ടിയിട്ടുമായിട്ടും കുറുമ്പ് ജാസ്തിയുള്ള ജീവികളാണ്. നല്ല സ്നേഹമുള്ളവരാണ്. കുഞ്ഞുങ്ങൾ നമ്മളിവിടെ ടാർഗറ്റ് വെച്ച് 3 മാസമാണ്. അപ്പോൾ ജനങ്ങളിങ്ങനെ വന്ന് ഫാം കാണാൻ വരുന്നവർ കുഞ്ഞുങ്ങളെ ഇതിനെ കാണുമ്പോൾ ഇതിനെ എനിക്ക് വേണമെന്ന് പറയും. അവരൊരു ടോക്കൺ തന്നിട്ട് അഡ്വാൻസ് ചെയ്ത് പോകും. പിന്നെ അവരിങ്ങനെ വിളി തുടങ്ങും, ആയോ എൻ്റെ കുഞ്ഞ് തൂക്കായി. അപ്പോൾ നമ്മൾ ഒരുവിധം ഒരു 10 കിലോയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആട് കൊടുക്കും. ഈ കൂട് പ്രസവം കഴിഞ്ഞ് കറവയ്ക്കുള്ള കൂടുകളാണ്. കറക്കുന്ന ആടുകൾ. ഇതിന് മുന്നേ അപ്പുറത്തെ ഒരു കൂടുണ്ട്, അതിലും കൂടെ കറവയുള്ള ആടുകളാണ്. അതിൻ്റെ അപ്പുറത്ത് പ്രസവത്തിൻ്റെ കൂടാണ്. പ്രസവം നമ്മൾ സുമാർ അടുത്തെത്തുമ്പോൾ അതിലേക്ക് മാറ്റി ഒരു TT ഇഞ്ചക്ഷൻ അടിച്ച് നിർത്തും. ഇപ്പോൾ ഒന്ന് പ്രസവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കൂട്ടാണ്. ചില ദിവസം 2-3 ഒക്കെ ഉണ്ടാവും. രാത്രി നോക്കിയിരിക്കും. പറ്റില്ല. കാരണം വെച്ചാൽ പിന്നെ ഇപ്പം ഈ മലബാറി ആടുകൾ നമ്മൾ ഈ കാൽസ്യം ഇതൊക്കെ പോഷകമൊക്കെ കൊടുത്തുകൊണ്ടാണോ എന്നറിയില്ല. ഇതൊരു ആവരണത്തിലാണ് ഈ കുഞ്ഞ് പ്രസവിച്ച് വരുന്നത്. അത് നല്ല ഒരു ബലം ഉണ്ടാവും ആ സാധനം. പണ്ട് നമ്മൾ ഈ നാടനാടുകൾക്കൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ആവരണം നമ്മൾ കൈകൊണ്ട് നുള്ളി പൊളിച്ച് ഇവരുടെ മൂക്ക് പിഴിഞ്ഞ് കൊടുത്തില്ലെങ്കിൽ ആ കുഞ്ഞപ്പം പോകും. എടുത്ത് കുടിപ്പിക്കണം ആദ്യത്തെ പ്രാവശ്യം. പിന്നത്തെ ഒരു കേസ് എന്താ വെച്ചാൽ ഒരു ചെറുവിരലിന്റെ വണ്ണത്തിലാണ് ഇതിന്റെ പൊക്കിൾക്കൊടി. ഒരു കുറെ ആടുകൾക്ക് അങ്ങനെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ആട് പെട്ടെന്ന് നീക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ ചെയ്താൽ ഈ പൊക്കിൾക്കൊടി മുറിയില്ല. നേരെ വെച്ച് തിക്നെസ് കുറഞ്ഞ സാധനമാണെങ്കിൽ സാധാരണ ആടുകൾക്ക് അങ്ങനെയാണ് സംഭവിക്കില്ല. കാരണം പ്രസവം കഴിഞ്ഞാൽ അപ്പോഴേ ഇത് മുറിയലുണ്ട്. ഇത് ഇവിടെ കുറെ എണ്ണത്തിന് നമ്മളത് മുറിഞ്ഞു കാണുന്നില്ല. നമ്മളൊരു നൂലെടുത്ത് കെട്ടിയിട്ട് മനുഷ്യ കുഞ്ഞുങ്ങളെ ചെയ്യുമ്പോൾ പോലെ കത്രികയ്ക്ക് കട്ട് ചെയ്ത് അതിൽ ടിഞ്ചർ വെട്ടിച്ച് നമ്മളതിനെ തുടച്ച് വൃത്തിയാക്കും. തനിയെ മുറിഞ്ഞാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മളതിനെ ടിഞ്ചർ പുരട്ടി അതിൽ അണുനാശിനിയൊക്കെ റെഡിയാക്കാറുണ്ട്. ടിഞ്ചർ നല്ലതാണ്, അത് ചെയ്യാറുണ്ട്. മിക്കവാറും ഇപ്പൊ കൂടുതലും ഈ പ്രസവത്തിൽ കാണുന്ന എല്ലാം ഇതാണ് കേസ്. കാരണം ഈ ആവരണത്തിൽ വരുന്നു. ആ സമയം നമുക്ക് വെച്ചാൽ രാത്രി ഉറങ്ങാന്ന് പറഞ്ഞാൽ ഇത് പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലേക്ക് ഈ സാധനം എന്തായാലും കിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആടുകൾ എന്തായാലും നമുക്കൊരു സിഗ്നൽ തരും. അങ്ങനെ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് ഒരു ആട് എന്തായാലും ആട് കരഞ്ഞില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് പുറത്തിറങ്ങുകയോ ചാടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ കൂടുതൽ ആദ്യം ഒരു ആടുണ്ടായിരുന്നു. ഒരെണ്ണം വിളിച്ചാടി അവള് നമ്മളെ വിളിക്കും. ഇപ്പോഴും ഒരെണ്ണം ഉണ്ട്. അവൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവള് കാറേ വന്നാൽ എന്തെങ്കിലും ഒരു സംഭവം ഒന്നിലെ കാലടയപ്പെട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ഞങ്ങൾ അവിടുന്ന് ഓടിപ്പിടിച്ച് വരും ഇനിയിപ്പം അങ്ങോട്ട് മാറുന്ന സമയത്ത്. അങ്ങനെയാണ്. ഈ പ്രസവം സംബന്ധിച്ച് വേറെ നമ്മുടെ ശ്രദ്ധ വേറെ എന്തെങ്കിലും വേണോ? ഈ പ്രസവിക്കുമ്പോ അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ കുഞ്ഞിനെ ഒരു 2 ദിവസം നമുക്ക് അധ്വാനമുണ്ട്. കാരണം ആ കുഞ്ഞിനെ പിടിച്ച് കുടിപ്പിക്കണം. ചിലതൊക്കെ പ്രസവിച്ചൊരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ സ്വയം ഏറ്റു നിൽക്കാൻ തുടങ്ങും.
ചിലതിന് കുറച്ച് ഒരു ആരോഗ്യക്കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം 2 ദിവസം ഒന്ന് മെനക്കെട്ട് ഒന്ന് പിടിച്ച് കൂടുതൽ ആരോഗ്യക്കുറവാണ് കുപ്പിയിലാക്കി കൊടുക്കാം. പാല് കൊടുക്കും അല്ലേ? കുപ്പിയിലാക്കി കൊടുക്കും. പിന്നെ ഈ ചില ആടുകളുടെ മുലക്കാമ്പും വലിപ്പമുണ്ടാവും. പശുവിനെ പോലെ കുറച്ച് വലിപ്പമുണ്ടാവും. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ വായിൽ കൊള്ളില്ല അത്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് പിടിച്ചതിനിങ്ങനെ പിഴിഞ്ഞ് ഒറ്റിച്ച് വായിലേക്ക് കൊടുക്കണില്ലേ, നിപ്പിളിലാക്കി കൊടുത്ത് ഒരു 3 ദിവസമൊക്കെ നിപ്പിളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാറാണ്. ഈ നിപ്പിളി കൊടുക്കുകയാണെങ്കിൽ, അതായത് കുപ്പി കൊടുക്കുകയാണെങ്കിൽ ആദ്യം എത്ര മില്ലി കൊടുക്കും? ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആ മഞ്ഞപ്പാല് എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞേ ഉള്ളു വെച്ചാൽ ഒരു നേരത്തെ പാല് മതി ഒരു ട്രിപ്പ് കുടിപ്പിക്കാൻ. നല്ല ഒരു 1 ലിറ്റർ 1.5 ലിറ്റർ കറക്കുന്ന ആടുകൾക്കൊക്കെ ഒരു കാമ്പിലത്തെ മുല എടുത്തു കഴിഞ്ഞാൽ ഈ 2 കുഞ്ഞിനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മിച്ചം പാലുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇതൊരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാമ്പ് കടന്നിട്ട് നമ്മൾ അത് തന്നെ കൊടുക്കും. ഇത്ര സമയത്തിനാണ് കുടിപ്പിക്കണം? മാക്സിമം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ. അത് ശരി. അരമണിക്കൂറിനുള്ളിൽ കുടിപ്പിക്കണം. എന്നാലേ ആ കുഞ്ഞിന് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ. അത് ആ മഞ്ഞപ്പാല് തന്നെ കുടിപ്പിക്കണം. വേറെ നമ്മൾ പാല് വേറെ ഏതെങ്കിലും ആടുകളുടെ പാല് കടന്ന് കുടിപ്പിച്ചാൽ തലയുടെ മഞ്ഞപ്പാല് തന്നെ കുടിപ്പിക്കും. ഈ മഞ്ഞപ്പാല് എത്ര ഒരു ദിവസം നിൽക്കും? 2 ദിവസം നിൽക്കും? മഞ്ഞപ്പാല് ഒരു ദിവസം നിൽക്കും. പിറ്റേ ദിവസം ഈ ചെറിയൊരു കളർ ഉണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ 2 കറവയ്ക്ക് ഒരു ദിവസം ഒന്നും പറയാൻ പറ്റില്ല. 2 കറവയ്ക്ക് പാല് തെളിയാൻ തെളിഞ്ഞു തുടങ്ങിയാൽ പിന്നെ മറ്റേ ആടിന് പാല് കൊടുക്കാം, കുഴപ്പമില്ല. മുട്ടനാടുകൾ എവിടെയാണ് നിൽക്കുന്നത്? മുട്ടനാടുകൾ ആ കൂടിന്റെ മുന്നിലാണ്, പ്രസവക്കൂടിന്റെ മുന്നിൽ. എത്ര മുട്ടനുണ്ട് ഇപ്പോഴും? ഇപ്പോ 5 മുട്ടനേ ഉള്ളൂ. 5 മുട്ട. ഈ ഇളകുന്ന പെണ്ണാടുകളെ അങ്ങോട്ട് കൊണ്ടുപോവാണോ? അല്ല, അവര് താഴെ ഇറക്കി നിർത്തിയിട്ട് മുട്ടനെ വിടും. അത് ശരി. അതിനൊരു സ്ഥലം കാണും. അതിന്റെ സ്ഥലം നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചുരുക്കി കെട്ടി കഴിഞ്ഞിട്ട് അത് ഏത് ഇനാണ് വേണ്ടെങ്കിൽ നമ്മൾ മലബാറി ആണെങ്കിൽ മലബാറി, സിരോഹി ആണെങ്കിൽ സിരോഹി, യമുനാപ്പാരി ആണെങ്കിൽ യമുനാപ്പാരി, ഏത് മുട്ടനെ വേണ്ടെന്ന് വെച്ചാൽ നമ്മളത് ചില ദിവസം ചില പിന്നെ ഒരു 5 8 ഒന്നിച്ചാവും. അപ്പൊ ഈ 5 മുട്ടന്മാർക്ക് നമുക്ക് ആ ഒതുങ്ങുന്ന പോലെ നമ്മൾ ചെയ്യില്ലേ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കും. ഇല്ല, ആടുകൾക്ക് 3 ദിവസം 4 ദിവസമൊക്കെ നിൽക്കും. പശുവിനാണ് ചില പശുക്കൾക്ക് 2 ദിവസം നിൽക്കും, ചില പശുവിനൊക്കെ 1 ദിവസമേ കാണും. ആടുകൾക്ക് 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കും. മിക്കവാറും ആടുകൾക്ക് അങ്ങനെയാണ് ലക്ഷണം കാണിക്കാറ്. 2 ദിവസം. വിൽപ്പന എങ്ങനെയാണ്? വിൽപ്പന ഇവിടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് കച്ചവടം. പ്രസവിച്ച് കുഞ്ഞുങ്ങളെ തൂക്കാനുള്ള സംവിധാനം, തൂക്കാനുള്ള പെട്ടിത്തിലാസം ഉണ്ട്. അതിൽ വെച്ച് തൂക്കി കിലോ 350 രൂപ. 350 രൂപ. തീറ്റ കൊടുക്കുന്ന കാര്യം, ഇപ്പൊ തീറ്റപ്പുല്ല് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, കാലിത്തീറ്റ മേടിച്ച് കുഴച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതല്ലാണ്ട് പിന്നെ എന്താണ്? പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇപ്പൊ ഈ ഗ്രാമീണരാണല്ലോ കൂടുതൽ വാങ്ങിക്കാൻ വരുന്നത്. പിന്നെ ആട് വളർത്തി വലിയ പരിചയമില്ലാത്തവരൊക്കെയാണ് മിക്കവാറും വരുന്നത്. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല. പിന്നെ നമ്മളെപ്പോലെ കൃഷി ചെയ്ത് പുല്ലൊന്നും ഉണ്ടാക്കുന്നവരായിരിക്കില്ല. അപ്പൊ നമ്മളിവിടെ പിന്നെ ഇത് കൂടാതെ വൈക്കോല് കൊടുക്കും. കണ്ണി കണ്ട ചപ്പ്, കാട്, ചെടികളൊക്കെ വെട്ടിക്കൊടുക്കും. തീറ്റി പരിശീലിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് ഒരു ആട് കൊണ്ടുപോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. വൈക്കോലാണെങ്കിലും അവർ തിന്നും. പുല്ല് കിട്ടിയാലും പുല്ല് തിന്നും. ഈ മുള്ളും ചെടിയും അത് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ആ തീറ്റ തുടങ്ങുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടുതൽ നമ്മൾ വൈക്കോല് കെട്ടി കൊടുക്കും. വൈക്കോല് കെട്ടി കൊടുത്ത് അവർ ഓരോരോ കടിച്ച് അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തീറ്റയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇതുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വൈക്കോൽ ഇട്ട് കൊടുക്കും. ആടുകൾക്കും കൊടുക്കും. അപ്പൊ ഈ പുല്ല് തന്നെ കൊടുക്കുമ്പോ ഈ കാഷ്ടം മുറുകില്ല. ഗോമൂത്രവും അപ്പുറത്തെ തൊഴുത്തിന്നുള്ള പശുവിന്റെ മൂത്രവും പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും തൊഴുത്ത് കഴിയുന്ന വെള്ളവും എല്ലാം ഈ ടാങ്കിലേക്ക് പോകും. ഗ്യാസ് ടാങ്കിലേക്ക് പോകും. ഗ്യാസ് ടാങ്ക് ഇവിടെ ഇതിന്റെ അടിയിലാണ്. എന്നിട്ട് അതിൽ നിന്നുള്ള ഗോബർ ഗ്യാസ് ആണ്. അതെ, ഈ കറുത്ത കൊള്ളിപ്പോട്ട് വരുന്നത്. സ്ലറി അപ്പുറത്തെ ടാങ്കിലേക്ക് പോകും. അതാണ് ആ ഒഴുകി പോകുന്നത്. അതിലേക്ക് നമ്മൾ ഈ തീറ്റയുടെ വേസ്റ്റ്, അതായത് ഇവര് തിന്നുന്ന പുല്ലിന്റെയും മറ്റേ ചണ്ടിയൊക്കെ എല്ലാം ഇട്ട് അളിയിച്ച് പരുവായി കഴിയുമ്പോൾ, ഒരുപാട് വെള്ളമായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് തട്ടും. ചകിരിച്ചോറ് തട്ടി അത് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ഡ്രൈ ആയ സാധനം ഈ ടാങ്ക് കൊടുത്തിടും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മളത് ബാഗാക്കി വിൽപ്പനയ്ക്ക് വിടും. ഒരു ചാക്ക് നമ്മൾ 200 രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലുള്ള അടുത്തുള്ള കർഷകർക്കാണ്, ദൂരേക്കൊന്നും പോകുന്നില്ല. പിന്നെ അത്
ജൈവവളമാക്കി പാക്ക് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഒരുപാട് സാധ്യതയുണ്ട്, വിലയുണ്ട്. നമ്മളിവിടെ തന്നെയാണ് കൊടുക്കുന്നത്. ഏതായാലും അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അതിലെ പ്രധാനം. നമുക്കും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് കഴിച്ച് മിച്ചമുള്ളത് നമ്മൾ കൊടുക്കും. ഇത് ആടിന് കൊടുക്കാനുള്ള വെള്ളമാണോ? ഇത് ആടിന് കൊടുക്കാനുള്ള ഇതിൽ ചൂടാക്കിയ വെള്ളമാണോ? ചൂടാക്കി കൊടുക്കുന്നത്. പശുവിന് ഇത് തന്നെ കൊടുക്കും. പശുവിന് തന്നെ. വെള്ളത്തിന് വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്, ആ പിന്നെ ബീർ വേസ്റ്റ് കുറച്ചിട്ടിട്ടുണ്ട്. ഓ ശരി. ഒരു ദാഹത്തിന് നമ്മൾ വെള്ളം ഇതിൽ ഇനി നിറച്ചൊഴിക്കും. നിറച്ചൊഴിച്ച് കൊടുക്കാം. നിറച്ച് ഫുള്ളായി നിറച്ചിട്ട് ചൂടാക്കി വെറും പച്ചവെള്ളമായിട്ട് കൊടുക്കാറില്ല. ഇത് കുറച്ച് സോഡാപ്പൊടി ചേർക്കും. ദഹനത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം വേഗം തേച്ച് ഇടാൻ വേണ്ടി സോഡാപ്പൊടി കുറച്ച് ചേർക്കും. വെള്ളം കുടിക്കാൻ ഒരു ഉത്സാഹവും വരും. ഒരു ഉത്സാഹം വരും. നിങ്ങൾക്ക് വളരെ ശോഭനമായ ഒരു ഭാവി കൈരളി TV നേരുകയാണ്. സന്തോഷം. ഗോഡ് ഫാമുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവയും മറ്റ് അഭിപ്രായങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.